എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും എന്റെ സ്നേഹ വന്ദനങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഇന്ന് സന്ധ്യാസമയത്ത് ആനുകാലിക പ്രസക്തമായിരിക്കുന്ന ഒരു വിഷയമാണ് ഞാനിവിടെ വിശകലനത്തിനായി വിധേയമാക്കുവാൻ ആഗ്രഹിക്കുന്നത്. പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കുവാൻ ആഗ്രഹിക്കുന്ന പിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ അവലോകന വിഷയം. കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ന്യൂസ് പേപ്പറിലും ഇന്നലെ ഫേസ്ബുക്കിലും നാം കണ്ടതും നമ്മെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചതുമായ ഒരു വാർത്ത നാം എല്ലാവരും വായിച്ച് കഴിഞ്ഞു. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി, വളരെ വിദ്യാസമ്പന്നയും വളരെ സാംസ്കാരിക സമ്പന്നയും സാമ്പത്തിക സൌകര്യമുള്ള ഒരു വീട്ടിൽ ഒരു പിതാവിന് ഒരു മകനും ഒരു മകളും, രണ്ടു പേർ മാത്രം. അതില് ഒരു മകളെ സർക്കാരിന്റെ ഉന്നതമായ തലത്തില് ജോലിയുള്ള സർവീസുള്ള ഒരു യുവ സ്നേഹിതന്റെ കൂടെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. മാതാപിതാക്കൾ അവൾക്ക് കൊടുക്കുവാൻ അർഹമായതും അവരുടെ പ്രാപ്തിക്ക് മീതെയും ഏറ്റവും മാന്യമായി ആ വിവാഹ ശുശ്രൂഷ 1 വർഷം മുമ്പ് ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് പത്രദ്വാര വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വളരെ അധികം സ്വർണവും കുറേയധികം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കുന്ന വസ്തുക്കളും അതിലൂടെ സഞ്ചരിക്കുവാൻ ഒരു 4 വീലും ഒക്കെ കൊടുത്ത് വിവാഹം ചെയ്ത ഒരു മകള് കഴിഞ്ഞ ദിവസം അവളുടെ ബെഡ്റൂമിനോട് ചേർന്ന ടോയ്ലറ്റ് റൂമിലെ അതിന്റെ ജനാലയിൽ, അതിന്റെ വിൻഡോയിൽ, വെന്റിലേഷനിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് ഫേസ്ബുക്ക് സുഹൃത്തുക്കള് വളരെയധികം സെന്റിമെന്റലായി ആ വിഷയം ഷെയർ ചെയ്തു. ഞാനും അത് ഷെയർ ചെയ്തു. ഞാൻ ഷെയർ ചെയ്തതിന്റെ 2 കാരണങ്ങൾ. ഒന്ന്, എനിക്കും 2 പെൺമക്കളാണ്. അവരിരുവരും വിവാഹിതരാണ്. പെൺമക്കളെ വളർത്തി അവരെ വിദ്യാഭ്യാസം ചെയ്യിച്ച് വിവാഹം കഴിപ്പിച്ച് വിടുന്നതുവരെ ഒരു പിതാവ് നിലയിൽ എനിക്കും വിശേഷാൽ അവരുടെ മാതാവിനും ഉണ്ടായിരുന്ന മാനസികമായിരിക്കുന്ന അടുപ്പും സംഘർഷവും ഒക്കെ നന്നായി അറിയാവുന്ന ആളുകൾ എന്ന നിലയിലാണ് ഞാനും അത് എന്റെ ടൈം ലൈനിൽ ഷെയർ ചെയ്തത്. വളരെ കണ്ണുനീരോടുകൂടിയാണ് ആ വാർത്ത പത്രത്തിൽ വായിക്കുവാൻ ഇടയായത്. അത് ഏറ്റവും സങ്കടകരമായൊരു വിഷയം. ആ പെൺകുട്ടി അവളുടെ ഏക സഹോദരനോട് അവൾ അനുഭവിച്ച മാനസികമായിരിക്കുന്ന പിരിമുറുക്കവും വ്യതയും സംബന്ധിച്ച്, ശരീരത്തിലെ പീഡനം സംബന്ധിച്ച് വാട്സാപ്പ് വഴി എഴുതിയ മെസ്സേജുകൾ ഉൾപ്പെടെ മലയാള മനോരമ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പല ഫേസ്ബുക്ക് മീഡിയകളും ചില ആളുകൾ അത് ഗ്രൂപ്പുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവളുടെ ശരീരത്തിലേറ്റ ആഘാതത്തിന്റെ ഗുരുതരമായിരുന്ന ചതവും ആ പ്രയാസങ്ങളും പത്രത്തിൽ പടം സഹിതം അച്ചടിച്ചു വന്നിട്ടുണ്ട്. അതെല്ലാം സഹിച്ചാണ് 1 വർഷമായി ആ ദാമ്പത്യ ജീവിതത്തിൽ ആ യുവതി കഴിഞ്ഞത്. അപ്പോൾ അവരുടെ വീട്ടുകാരെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞ് നിരന്തരമായി ഈ ഭർത്തൃഗ്രഹത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നുവെന്നാണ്. അതിന് തെളിവായിട്ടാണ് അവളുടെ കൈയും മറ്റും ഇടിച്ച് ചതച്ച് ചുമന്ന് ചോര കട്ടിയായി കിടക്കുന്ന ആ ഫോട്ടോയും മറ്റും അവളുടെ ഭവനത്തിലേക്ക് അയച്ചു കൊടുത്തത്. എന്നിട്ട് ആ വാട്സാപ്പ് മെസ്സേജുകൾ പറയുന്നുണ്ട്, അവളുടെ ഒരു പക്ഷേ അവിടെ ആങ്ങളെയോ മാതാവോ ആയിരിക്കണം ആ ചാറ്റിൽ, ഇതൊക്കെ അച്ഛനോട് പറയണം, തുറന്നു പറയണം, ഒന്നും മറച്ചു വെക്കരുത് എന്ന് പറയുമ്പോൾ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെയും സഹിച്ച് സഹനത്തിന്റെ നെല്ലിപ്പലക എണ്ണി അവൾ ആ ഭർത്തൃഗ്രഹത്തിൽ കഴിഞ്ഞതായിട്ടാണ് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. 24 വയസ്സ് ഇപ്പോഴുള്ള ഈ പെൺകുട്ടി 1 വർഷം വിവാഹം കഴിക്കുമ്പോൾ അവൾക്ക് 23 വയസ്സെന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. ഇപ്പോഴും അവള് ഒരു കൊച്ചു പെൺകുട്ടിയാണ്. നമ്മൾ ആരെയും പോലെ ജീവിക്കുവാൻ ഉള്ള അവകാശവും ആഗ്രഹവുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾ.
അവളുടെ മാതാപിതാക്കൾ വളരെ പ്രത്യാശയോടെ, വളരെ ആഗ്രഹത്തോടെ അവളെ വളർത്തിക്കൊണ്ടുവന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ കുടുംബജീവിതം സുരക്ഷിതമാണല്ലോ എന്ന് വിശ്വസിക്കും. എന്നാൽ മറ്റൊരു വിഷയത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് മദ്യപിച്ച് വന്ന് നിരന്തരമായി ഉപദ്രവിക്കുമായിരുന്നു എന്നാണ്. ഞാൻ ഈ വിഷയം വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലുണ്ടായ ഒരു ഭാരമാണ് ഞാൻ ഇന്ന് ഒരു മെസ്സേജായിട്ട് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും പെൺമക്കളുണ്ട്. വിവാഹം എല്ലാവർക്കും മാന്യം എന്ന് വിശുദ്ധ വേദോസം പറയുന്നതുകൊണ്ട് ഒരു റിലീജിയസ് ബൌണ്ടറി വിവാഹത്തിന് ദൈവം വെച്ചിട്ടില്ല. അതായത് വിശ്വാസികളായ നമ്മൾ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാകുന്ന നമ്മൾ, നമ്മുടെ രക്ഷാശാസ്ത്രത്തെക്കുറിച്ചൊക്കെ ഈ അക്രൈസ്തവ ലോകത്തിൽ പറഞ്ഞാൽ അവർക്കതൊന്നും മനസ്സിലാക്കിയില്ല. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന രക്ഷാശാസ്ത്രമോ അതിന്റെ വിശകലനമോ ഒന്നും ഈ ക്രൈസ്തവ വിശ്വാസത്തിന് വെളിയിലുള്ള ആളുകൾക്ക് അത് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. എന്നാൽ അപ്പോൾ തന്നെ എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ വിവാഹം എല്ലാവർക്കും മാന്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിലീജിയൻ ഉള്ളവർക്കും റിലീജിയൻ ഇല്ലാത്തവർക്കും, നിരീശ്വരന്മാർക്കും ഈശ്വര വിശ്വാസികൾക്കും എല്ലാം വിവാഹം ദൈവത്താൽ സ്ഥാപിതമായ മാന്യമായ ഒരു സ്ഥാപനമാണ്. അങ്ങനെ വരുമ്പോൾ ഏത് സമൂഹത്തിലും ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരുടെ വിവാഹത്തെയും വിവാഹ ജീവിതത്തെയും പരിപാവനമായി അവർ കാണുന്നു. അക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അവരുടെ വിശ്വാസ പ്രമാണമനുസരിച്ച്, ഉദാഹരണം പറഞ്ഞാൽ ഹിന്ദുക്കൾ അവരുടെ വിശ്വാസ പ്രമാണമനുസരിച്ച്, ഇസ്ലാമികൾ അവരുടെ വിശ്വാസ പ്രമാണമനുസരിച്ച്, ജൈനർ അവരുടെ വിശ്വാസമനുസരിച്ച് ആണ് അവരുടെ വിവാഹ ശുശ്രൂഷകൾ ആസ്വദിക്കാറുള്ളത്. ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസമനുസരിച്ച് വിവാഹ ശുശ്രൂഷകൾ ആസ്വദിക്കുന്നു. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ കാലഘട്ടങ്ങളിൽ വളരെ അപകടകരമായ ഒരു വിഷയമായി വന്നിരിക്കുകയാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. ഒരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു വിടാൻ കഴിയാത്തൊരു ദുസ്ഥിതി ഇന്ന് നമ്മുടെ സമൂഹങ്ങളിലൊക്കെയുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും സാക്ഷരതയിൽ സ്വയം പര്യാപ്തത എത്തിച്ചേർന്ന സംസ്ഥാനം എന്നാണ് കേരളത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഈ വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള, സാംസ്കാരിക പശ്ചാത്തലമുള്ള, വിവേകബുദ്ധിയുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇവിടെ ഇന്നലെ പത്രദ്വാര നാം വായിച്ച പോലെയുള്ള സമൂഹ വികാസങ്ങൾ ഒരു പ്രത്യേക സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു റിലീജിയനിൽപ്പെട്ട ആൾക്കോ അല്ല, പ്രബുദ്ധ കേരളത്തിന് ഏറ്റവും ആക്ഷേപകരമായിരുന്ന, അഭിമാനക്ഷേതമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ വിവാഹപ്രായമായ പെൺകുട്ടികളെ വിവാഹം കഴിക്കുവാൻ ഹൃദയങ്ങളിൽ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയങ്ങൾ ഭയമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ പറയപ്പെട്ട യുവതിയുടെ ദുരൂഹമായിരുന്ന ഈ മരണം. ഏതായാലും അദ്ദേഹം പോലീസിന് കീഴടങ്ങി. പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. പിന്നീട് ഉച്ചകഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയാൻ വയ്യ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ വിഷയം അന്വേഷിക്കും. അതിന്റെ പേരിലുള്ള എഫ്ഐആറുകൾ തയ്യാറാക്കി അത് ബന്ധപ്പെട്ട കോടതിയിൽ സമർപ്പിക്കും. അതിന് പ്രതിഭാഗത്ത് വക്കീലന്മാർ വാദിക്കും. നിയമത്തിന് അനുസൃതമായ നിലയിൽ സത്യസന്ധമായ കാര്യങ്ങളെ പുരോഗമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെങ്കിൽ അദ്ദേഹത്തിന് ഒരു ശിക്ഷ ലഭിക്കുകയും താൻ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. നമ്മളിൽ ഒരാളെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ ഒരാളെ പോലെ ജനിച്ച് കുടുംബമായി ജീവിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ അവകാശമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ അവകാശത്തെ 24-ാമത്തെ വയസ്സിൽ, അതും വിവാഹ ജീവിതത്തിന്റെ ഒരു വർഷം മാത്രം കഷ്ടിച്ച് പിന്നിടുന്ന ആ കുഞ്ഞിന്റെ ജീവിതം ഇല്ലാതായി എന്നുള്ള ദാരുണമായ യാഥാർത്ഥ്യമാണ് നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കേണ്ടത്. ഇത് ഞാൻ വായിക്കുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ വേഗത്തിൽ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് വിശ്വാസ ലോകത്ത് നടക്കപ്പെടുന്ന പല വിവാഹങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിവാഹത്തെക്കുറിച്ച്. ഈ അടുത്ത കാലത്ത് ഞാൻ എന്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതൻ, അദ്ദേഹത്തിന്റെ ഒരു മകൾക്ക് വേണ്ടി ഒരു വിവാഹം, ആ വിവാഹം ആലോചിച്ചു വെച്ചിരുന്നു. പക്ഷേ അതിന് ഒരുക്കപ്പെട്ട യുവസഹോദരന് തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തിന് അവധി നൽകുകയില്ല. പ്രത്യേകിച്ച് ഈ കോവിഡ് ഈ പ്രത്യേക സീസൺ ആയതുകൊണ്ട് നൽകുകയില്ല. അതുകൊണ്ട് പെൺകുട്ടി നാട്ടിൽ വന്നെങ്കിലും ആ വിവാഹം നടത്താൻ കഴിയാത്ത സാഹചര്യമായി. അതുകൊണ്ട് ഇവിടെ ഈ ബോയുടെ ആൾക്കാർ പറഞ്ഞു, ഇങ്ങനെയുള്ള ഇൻകൺവീനിയൻസ് നിലവിലിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സൌകര്യപ്രദമായ ഒരു വിവാഹം ആലോചിച്ച് നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിവാഹാലോചന വന്നു. ആ വിവാഹാലോചന വന്നു കഴിഞ്ഞപ്പോൾ
ആ വിവാഹാലോചനയിൽ വന്ന പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. പെൺകുട്ടിക്ക് ബോയിയെ ഇഷ്ടപ്പെട്ടു. വിവാഹം നടക്കാം എന്നുള്ള ആശയത്തിലേക്ക് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു, എന്നാണ് നാട്ടിൽ വന്നത്? പറഞ്ഞപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു 3 ആഴ്ച കഴിയുന്നേ ഉള്ളൂ എന്ന് ഈ ബോയ് പറഞ്ഞു. അപ്പൊ എന്ന് പോയി വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-20 ദിവസം കഴിയുമ്പോൾ മടങ്ങിപ്പോകും എന്ന് പറഞ്ഞു. ഈ വീട്ടുകാരെ അത് വിശ്വസിച്ചു. പക്ഷേ വീടിന് സമീപമുള്ള ഒരാളോട് ഈ ബന്ധപ്പെട്ട ഒരാള് വിളിച്ചു വെച്ച് പറഞ്ഞു, അദ്ദേഹം 4.5 മാസം കഴിഞ്ഞു നാട്ടിൽ വന്നിട്ട്. ഇപ്പോൾ തിരിച്ചു പോകാനായിട്ട് വിസയില്ല. ഇനി ഏതെങ്കിലും പുതിയ ജോലിയിൽ പ്രവേശിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് പോകാനായിട്ട് സാധിക്കുള്ളൂ എന്ന് വിശ്വസനീയമായ റിപ്പോർട്ട് കിട്ടി. പക്ഷേ ആ ബോയിയും അവരുടെ മാതാപിതാക്കളും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പറഞ്ഞത് ഭോഷ്കാണ്, കള്ളമാണ്. അവർക്ക് ഒരു നല്ല പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, ജോലിയുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നുള്ളതല്ലാതെ ഈ സത്യം തുറന്നു പറയാനുള്ള മനസ്സ് അവർക്കുണ്ടായില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് 3 ആഴ്ചകൾ. 4.5 മാസം മുമ്പ് വന്ന US ഓവൻ പറഞ്ഞത് 3 ആഴ്ചയായാലും വന്നിട്ട്. എപ്പോൾ മടങ്ങിപ്പോന്ന് ചോദിച്ചപ്പോൾ വിവാഹം കഴിഞ്ഞ് 20 ദിവസം കഴിയുമ്പോൾ പോകും എന്നാണ് പറഞ്ഞത്. വിസ ക്യാൻസലായി ഇരിക്കുന്ന സ്റ്റാറ്റസുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളുടെയിലും ഒരുപാട് ചതിക്കുഴികൾ വിവാഹത്തോട് ബന്ധപ്പെട്ടുണ്ട്. 2-3 അതിപ്രധാന വിഷയങ്ങളാണ് ഈ ബന്ധത്തിൽ പെൺപിള്ളേരെ വിവാഹം കഴിപ്പാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളോട് ഞാനൊരു ബുദ്ധിപദേശമായി പറയാൻ ആഗ്രഹിക്കുന്നത്. അനേക ഭവനങ്ങളിൽ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ശേഷം അടിമകളെ പോലെ കഴിയുകയും ഭയവിഹരായി കഴിയുകയും അതുപോലെ തീരാ ദുഃഖത്തിൽ നീന്തി തുടിച്ചു കഴിയുകയും ചെയ്യുന്ന ധാരാളം നിഷ്കളങ്കരായ പെൺകുട്ടികൾ നമ്മുടെ ഈ മലയാളക്കരയിലെ പല ഭർതൃഗ്രഹങ്ങളിലുമുണ്ട്. ആ ഭർത്താവിന്റെ വീട്ടിലെ മാതാപിതാക്കളുടെ പീഡനം, ഭർത്താവിന്റെ പീഡനം, സ്ത്രീധനം പോരാ എന്നുള്ള പേരിലുള്ള മാനസികമായ ദണ്ഡനങ്ങൾ, ഇങ്ങനെ പലവിധത്തിലുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന ധാരാളം പെൺകുട്ടികളുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഒരു വിവാഹ ആലോചനയിൽ, നിങ്ങൾക്കൊക്കെ പെൺപിള്ളേരുണ്ട്, ഞാൻ അതുകൊണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് വിഷയം പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ചതും ഞാൻ നിരൂപിച്ചതും എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തതും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിച്ചാൽ പ്രയോജനകരമായി തീരുന്നതുമായ ഒരു വിഷയമാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഇളയ മകൾക്ക് ഒരു വിവാഹ ആലോചന വന്നിരുന്നു. അവർക്ക് ഒരു വിവാഹ ആലോചനയല്ല, 6 വിവാഹാലോചനകൾ USA-യിൽ നിന്നും, 2 കാനഡയിൽ നിന്നും, 1 അയർലൻഡിൽ നിന്നും, 2 ഇംഗ്ലണ്ടിൽ നിന്നും, 1 ഓസ്ട്രേലിയയിൽ നിന്നും, 3-4 കേരളത്തിൽ നിന്നും വന്നിരുന്നു. ഒരു വിവാഹത്തിനും എന്റെ മോള് സമ്മതിച്ചില്ല. അപ്പോൾ നാട്ടിൽ നിന്നുള്ള ഒരു സാധാരണക്കാരനായ പയ്യനൂടെയാണ് എന്റെ മോളുടെ വിവാഹം നടത്തിവിട്ടത്. അവർ സന്തോഷമായി ദൈവകൃപയാൽ ഇന്നുവരെയും കഴിയുന്നു. നാളെയും അങ്ങനെ കഴിയാൻ ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ വിനയപ്പെടുകയും ചെയ്യുന്നു. ഞാൻ പറയാൻ പറ്റുന്ന വിഷയം, ആ മോളുമായിട്ട് ഈ മോനുമായിട്ട് വിവാഹം ആലോചിക്കുന്നതിന് മുമ്പ് എനിക്ക് വന്നൊരു വിവാഹ ആലോചനയെക്കുറിച്ചാണ്, മോക്ക് വന്നൊരു വിവാഹ ആലോചനയെക്കുറിച്ചാണ്. ആ വിവാഹാലോചന വന്നു, ഞങ്ങൾ പോയി കണ്ടു. കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് ഞാൻ അതേക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞത് എന്റെ മോളെ അവിടെ വിവാഹം കഴിക്കാൻ പറ്റുകയില്ല. എല്ലാ ജീവിത സൌകര്യങ്ങളുമുണ്ട്, വേണ്ടുവോളം പണമുണ്ട്, 3 നില കെട്ടിടമുണ്ട്, പിന്നെ മറ്റ് വാഹനങ്ങളുണ്ട്, ഏറിയ സമ്പാദ്യമുണ്ട്, ഇതെല്ലാമുണ്ട്. പക്ഷേ എന്റെ മോളെ ആ യുവാവിലൂടെ വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ റീസൺ ഒന്നും ഞാനിപ്പോ ഈ പബ്ലിക് ഫോറത്തിൽ പറയുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങൾ തുറന്നു പറയാം, തെണ്ടി കുത്തുവാള എടുത്ത് നടക്കുക, ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. അതായത് നിങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ച ശേഷം ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ അവർ ബുദ്ധിമുട്ടി കൂലിവേല ചെയ്ത് ജീവിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാലും ദ്രവ്യാഗ്രഹിയായിരിക്കുന്ന മാതാപിതാക്കളും യുവ സഹോദരനുമുള്ള അല്ലെങ്കിൽ ഭർത്താവുള്ള വീട്ടിലും മദ്യപാനിയായിരിക്കുന്ന ഭർത്താവുള്ള വീട്ടിലും ഒരിക്കലും ഒരു വിവാഹം നിങ്ങളുടെ പെൺമക്കൾക്ക് നടത്തി കൊടുക്കരുത്. നിങ്ങൾ കൂലിപ്പണിക്കാരനോട് വിവാഹം കഴിച്ചാലും അവൻ സന്ധ്യാസമയത്തും രാവിലെയും ഒന്നിച്ച് മുഴങ്കാലുകളിൽ നിന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഉള്ളതുകൊണ്ട് സന്തോഷമായി ജീവിച്ച് മക്കളെ ജനിപ്പിച്ച് ഭാര്യയെ ശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്ന ഒരു എളിയ സഹോദരനാണെങ്കിൽ വലിപ്പഭാവം നോക്കാതെ നിങ്ങൾ അവരുടെ കൂടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ ഭാവിയെ പിന്നീട് ക്രമപ്പെടുത്തുന്നത് ദൈവമാണ്. അതായത് അവസാനത്തോളം യഹോവഭക്തിയുള്ളവനായിരിക്കുക, ഒരു നന്മയുണ്ടാകും നിശ്ചയം എന്നല്ല ചെയ്ത ദൈവം തന്റെ നാമത്തെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മക്കൾക്ക് വേണ്ടിയുള്ളതും സ്വർഗത്തിലെ ദൈവം കരുതും. അതുകൊണ്ട് വലിയ വില കൂടിയ കാറുകളും പിന്നെ അമ്പലചുംബിയായ സൗദവും അല്ലെങ്കിൽ വീടും ഉള്ള മണിബംഗ്ലാവും ഒക്കെ ഉള്ള പിന്നെ ഏക്കറിനക്കര റബ്ബർതോട്ടമുള്ള ആളുകളെ നോക്കി നിങ്ങളെ മാസ്മരികമായി അവയിൽ മയങ്ങിപ്പോയി
നിങ്ങളുടെ പെൺകുട്ടികളെ മക്കളെ വിവാഹം കഴിക്കും മുമ്പ് നിങ്ങളുടെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ യോഗ്യതയുള്ള യുവാവാണോ ഇദ്ദേഹമെന്ന് സൂക്ഷ്മമായി നിങ്ങൾ അന്വേഷിക്കണം. ഞാനൊരു മെസ്സേജ് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞതിന് ചില ആളിലൊക്കെ എന്നെ ഇൻബോക്സിൽ വന്ന് ചെയ്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കഴിയുമെങ്കിൽ അല്പസമയത്തേക്ക് ഒരു പ്രയാസം ഉണ്ടാകുന്നുള്ളൊരു സാരമില്ല, സർട്ടിഫിക്കറ്റും അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒറിജിനൽ ആണോ എന്ന് ഒന്ന് പരിശോധിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞതിന്റെ കാരണം അറിയാമോ, ഈ 5000 8,000 10,000 കൊടുത്ത് വാങ്ങിച്ച് ഡിഗ്രി വാങ്ങിച്ചിട്ട് വിദ്യാസമ്പന്നരായ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് ചതിച്ച പുരുഷന്മാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റും കൂടെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് ഇത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണോ എന്ന് ഒന്ന് സ്ഥിരപ്പെടുത്തിയേച്ച് നിങ്ങളെ വിവാഹം കഴിക്കാവൂ. രണ്ടാമത്, ഈ ചെറുക്കന്റെ വീട്ടില് 25 ലക്ഷം രൂപയുടെ ഹോണ്ടയുടെ ലേറ്റസ്റ്റ് വാഹനമുണ്ട്, ബഹുനില കെട്ടിടം ഒരെണ്ണമുണ്ട്, 12 ഏക്കർ തോട്ടമുണ്ട്. മാതാപിതാക്കള് ദീർഘകാലം വിദേശങ്ങളിലായിരുന്നു, പണം ഇഷ്ടം പോലെ ബാങ്കിലുണ്ടെന്ന് കണ്ട് വിളക്കത്ത് ഈയലെടുക്കുന്ന പോലെ ചാടി വീണിട്ട് നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ ഈ ബോയ് എങ്ങനെയുണ്ട് എന്ന് സൂക്ഷ്മമായി അന്വേഷിക്കാതെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സങ്കടക്കടലിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ തള്ളിയിടുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം അറിയാവോ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യിച്ചു. ഇന്നലെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ തൂങ്ങി മരിച്ചു എന്ന് പറയപ്പെടുന്ന ഈ പെൺകുട്ടിക്ക് അവരുടെ മാതാപിതാക്കൾ കൊടുത്തത് 12 ലക്ഷം രൂപ വിലപ്പെടുന്ന ഒരു കാറ്. പത്രത്തിന്റെ റിപ്പോർട്ട് പറയുകയാണ്, 12 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു കാറ്, 1 ഏക്കർ 20 സെന്റ് വസ്തു, 100 പവൻ ആഭരണങ്ങൾ, സുന്ദരിയായിരുന്ന ഒരു യുവ സഹോദരി, ഒരു പെൺകുട്ടി, അതും ആയുർവേദ മെഡിസിനിൽ 4th ഇയർ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു പെൺകുട്ടി. അവളുടെ കോഴ്സ് പോലും കഴിഞ്ഞിട്ടില്ല. മനസ്സിലായോ? നിങ്ങളുടെ പെൺമക്കൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് നിർവാഹമില്ലെങ്കിൽ നിങ്ങൾ അവരെ വിവാഹം കഴിപ്പിക്കേണ്ട, ഒരു ദോഷവും വരികയില്ല. അവർ നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥമായി നിൽക്കട്ടെ. പക്ഷെ അങ്ങനെ വന്നാലും എന്ത് ചെയ്യരുത്, നിങ്ങളെ അധമനായിരുന്ന മദ്യപാനിക്കും ദ്രവ്യാഗ്രഹപ്രിയനായിരുന്ന യുവസഹോദരനും നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഭാര്യമാരായി കൊടുക്കരുത്. ഇതെന്റെ വിനീതമായ ഒരു അപേക്ഷയാണ്. ഇപ്പൊ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പല ആളുകൾ അഭിപ്രായം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ലാത്ത ആളുകൾ ഇതിൽ അഭിപ്രായം പറയട്ടെ എന്ന് ചില ആൾക്കാർ എഴുതി. ഞാൻ നിങ്ങൾ പറയാം, ഞാൻ 1986 വിവാഹം കഴിക്കുന്നത്. നയാ പൈസ എന്റെ ഭാര്യ വീട്ടിൽ ഞാൻ സ്ത്രീധനം ചോദിച്ചില്ല. അവളുടെ പിതാവിന് അവരെ 2 ആൺമക്കളും ഒരു പെൺകുട്ടിയാണ്. അവരുടെ മകൾക്ക് അന്നത്തെ സാഹചര്യത്തിൽ അവളുടെ വീതമായി, അതായത് അവർക്കുള്ള വസ്തുവകളിൽ വീതമായി കൊടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ തുക ആ അപ്പന് ഒരു പാരിതോഷിക പാർട്ടി ഈ മകൾക്ക് കൊടുത്തു. അതല്ലാതെ ഞങ്ങൾ ആരും ഇന്നലെ പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര രൂപ വേണം, അല്ലെ ഇത്ര രൂപ തന്നെങ്കിലേ ഈ വിവാഹം നടത്താൻ കഴിയുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല, അന്നും ഇന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, 986 വിവാഹം കഴിഞ്ഞ ശേഷം എന്റെ വൈഫ് ഏതെങ്കിലും സമയത്ത് അവിടെ വീട്ടിൽ പോയാൽ ഞാൻ അവിടെ പോകുമ്പോൾ തന്നെ പറയും, ഒരു ചോക്ലേറ്റ് പോലും അവിടുന്ന് കൊണ്ടുവരരുത്. കാരണം വെച്ചാൽ വിരോധം കൊണ്ടല്ല, നമ്മളൊരു കാരണവശാലും ഇനി അവർക്കൊരു ഭാരം വരുത്താൻ പാടില്ല. കാരണം അറിയാവോ, നിന്നെ ശുശ്രൂഷ ചെയ്യാനുള്ള എല്ലാ ഉത്തരവാദിത്വവും കർത്താവ് നിമിത്തം എന്നെ ഫലമേൽപ്പിച്ചാണ് നിന്റെ മാതാപിതാക്കളെ വിട്ടേക്കുന്നത്. അത് സുഖമായാലും ദുഃഖമായാലും നമ്മൾ സന്തോഷമായി അനുഭവിക്കുന്നു. മാതാപിതാക്കൾക്ക് ഒരു ഭാരവും നമ്മൾ വരുത്തരുത്, ഒരു ദുഃഖവും വരുത്തരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരപ്പന് 5 ഏക്കർ വസ്തുവുണ്ട്, 3 കുട്ടികളുമുണ്ട്, 2 ആണും ഒരു പെണ്ണും. ചിന്തിക്കുക, 1956 മേരി റോയി കേസിന്റെ സുപ്രീം കോടതിയുടെ വിധിപ്രകാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമാണ് മാതാപിതാക്കളുടെ സ്വത്തിനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരപ്പന് അദ്ദേഹത്തിന്റെ മകൾക്ക് അദ്ദേഹത്തിനുള്ള സ്വത്തിന്റെ 3 മക്കളുടെ ഒരാളുടെ 3 വീതം ആ മകൾക്ക് അവകാശപ്പെട്ടതാണ്. അത് ആ അപ്പന് മകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും സ്ത്രീധനമാകുകയില്ല, മറിച്ച് അവളുടെ അവകാശമാകും. അവളുടെ അവകാശവും സ്ത്രീധനവും രണ്ടാണ്. എന്താണ് ഈ സ്ത്രീധനവും അവകാശവും വ്യത്യാസം? അവകാശം എന്ന് പറയുന്നത് പൈതൃകത്വമായി അവളുടെ പിതാവിൽ നിന്ന് അവൾക്ക് ലഭിക്കേണ്ടിരിക്കുന്ന ഓഹരിയാണ്. അത് അവൾക്ക് അവളുടെ മാതാപിതാക്കൾ കൊടുക്കുന്നു. അതിനെ സ്ത്രീധനം എന്ന് ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. എന്നാൽ സ്ത്രീധനം എന്ന് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഭാര്യ വീട്ടിൽ നിന്ന് ഒരു നിശ്ചിതമായിരുന്ന എമൗണ്ട് ഇത്ര രൂപ കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ബോയ്ക്ക് മകനെ നിങ്ങളുടെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിയുള്ളൂ, അത് തന്നേ മതിയാവൂ എന്ന് ഡിമാൻഡ് ചെയ്യുന്നതിനെയാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. കുറെ സ്ത്രീധനം കൊടുത്ത ശേഷം ഇത് പോരാ, ഇനിയും കുറെ കൂടെ വാങ്ങിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട്
ഈ ഭാര്യയെ ദണ്ഡിപ്പിക്കുന്ന ഭർത്താവ് ആണത്വമില്ലാത്തവനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പല പുരുഷന്മാരെ എനിക്കറിയാം. ഒരിക്കലെ ഒന്ന് രണ്ട് സഹോദരിമാരോട് സംസാരിച്ചു. ഈ മനുഷ്യനെ ഏറിയ നാളുകളായി നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നത് പോരാ എന്ന് പറഞ്ഞ് എന്നെ മാനസികമായി ദണ്ഡിപ്പിക്കുകയാണ്. എന്താണ് ഈ സ്ത്രീധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറയാം, സദൃശ്യവാക്യങ്ങളിൽ ശലോമോൻ ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്: ഹൂ ഷാൽ ഗെറ്റ് എ വെർച്വസ് വൈഫ്? ആ സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ മനസ്സിലാക്കണം. അവിടെ വെർച്വസ് വൈഫ് എന്നായിരിക്കുന്നത് സാമർത്ഥ്യമുള്ള ഗുണലക്ഷണങ്ങൾ, സ്ത്രീത്വത്തിന്റെ ഗുണലക്ഷണങ്ങളുള്ള സ്ത്രീയെ ആർക്ക് ഭാര്യയായി കിട്ടും? അവളുടെ വില പൊന്നിലും മുത്തിലും വിലയരുത് എന്നാ പറയുന്നത്. അപ്പോൾ വാസ്തവത്തില് സ്ത്രീത്വത്തിന്റെ ഗുണലക്ഷണങ്ങളുള്ള, ഐശ്വര്യമുള്ള, സന്തോഷമുള്ള ഭർത്താവിനെ കരുതുന്ന, അവളുടെ മാതാപിതാക്കളെ കരുതുന്ന ഒരു ഭാര്യ, അവളാണ് വാസ്തവത്തിൽ സ്ത്രീധനം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനം പെൺപിള്ളാരുടെ വീട്ടിൽ നിന്ന് അമ്മായിയപ്പനോടും അമ്മായിയമ്മയോടും വിവാഹം കഴിക്കുന്ന പുരുഷൻ പിടിച്ചു പറിക്കുന്ന സ്വത്തല്ല. മറിച്ച് 19, 20, 21 വയസ്സുവരെ മാതാപിതാക്കൾ ജനിപ്പിച്ച് വളർത്തി വിദ്യാഭ്യാസം ചെയ്യിച്ച ഈ മകളുടെ മാതാപിതാക്കൾക്ക് പുരുഷന് അങ്ങോട്ട് കൊടുക്കുന്ന സ്വത്തിന്റെ പേരാണ് സ്ത്രീധനമെന്ന് വിശുദ്ധ വേദോസം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രബുദ്ധ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ വിവാഹവേദികളിലെല്ലാം ചെയ്യണമെന്നറിയാവോ? പുരുഷന് ഒരു പെൺകുട്ടിയെ ഭാര്യയായി അവിടെ അപ്പനും അമ്മയും കൊടുക്കുന്നതിന് ഈ പുരുഷന്മാരെന്ത് ചെയ്യണം? അവളുടെ മാതാപിതാക്കൾക്ക് സ്ത്രീധനം അല്ലെങ്കിൽ അവകാശമായി വല്ലതും കൊണ്ട് കൊടുക്കണം. അവരോട് നന്ദിയുള്ളവരായിരിക്കാൻ. അങ്ങനെയാണ് വേദപുസ്തകത്തിലെ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ. കൃപയുടെ പ്രമാണത്തിൽ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല. അപ്പൊ വാസ്തവത്തിൽ ചെയ്യുന്ന അറിയാവോ? ഇതൊന്നും നോക്കാതെ ഭാര്യയെ ശുശ്രൂഷ ചെയ്യാനും സ്നേഹിക്കാനും കരുതാനും അവളെ ബഹുമാനിക്കുവാനും അവളോട് സൌഹൃദമായി ഇടപെടുവാനും കഴിയുന്ന ഹൃദയമുള്ള ഒരു യുവ സഹോദരനെയാണ് നമ്മുടെ മകൾക്ക് വേണ്ടി നമ്മളെ തെരഞ്ഞെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഭാവി ഇരുളടഞ്ഞതായി പോകുമെന്നതിന് യാതൊരു സംശയമില്ല. അതുപോലെയുള്ള ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇവിടെ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നലെ കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ മുഖം കണ്ടാൽ ആ മനുഷ്യൻ എങ്ങനെ അവളെ ഇടിച്ച് ചതയ്ക്കാൻ പറ്റും? എങ്ങനെ അവളെ ഇടിച്ച് ചതച്ച് താഴെയിട്ട ശേഷം അവളുടെ മുഖത്ത് കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് മെതിക്കാൻ കഴിയും? അതെല്ലാം അവൾ ആ വാട്സാപ്പ് മെസ്സേജിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞാൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഫേസ്ബുക്കിൽ ആരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെ അത് സാധിക്കും? അപ്പൊ ഇതവൻ നരാധമനാണ് അല്ലെങ്കിൽ മനുഷ്യമൃഗമാണ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാര്യം ഓർപ്പിക്കുന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെയിലും ദ്രവ്യാഗ്രഹപ്രിയരായ വിശ്വാസികളുണ്ട്. ഈ ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനെ വിവാഹം കഴിപ്പിച്ച് മകന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് വേണ്ടുവോളം വാങ്ങിക്കൂട്ടി അവരെയും കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആണത്വമില്ലാത്ത പുരുഷന്മാർ. ഇവരെ വാസ്തവത്തിൽ ആണത്വമില്ലാത്തവരെന്ന് തന്നെ നമ്മൾ പറയേണ്ടേ. അറിയാവോ? ഭാര്യയെ സ്നേഹിപ്പാനും അവൾക്ക് ശുശ്രൂഷ ചെയ്യാനും അവൾക്ക് അധ്വാനിച്ചു കൊടുക്കാനും കഴകമില്ലാത്ത പുരുഷന്മാർ എന്ത് ചെയ്യരുത്? വിവാഹം കഴിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. അവൻ വിവാഹം കഴിക്കാതെ അവനെ എന്നും എന്ത് ചെയ്യണം? സെലിബ്രേറ്റ് ആയി നിന്നോണം. അവൻ വിവാഹം കഴിക്കണ്ട. അവന്റെ വീട്ടില് അവൻ ഏകനായിരിക്കുക, ആഹാരവും കഴിച്ച് ജീവിച്ചു കൊടുക്കുക. നീ വിവാഹം കഴിക്കുന്നോ, നിന്റെ ഉത്തരവാദിത്തമാണ് നിന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്യുക, അവളിലുണ്ടാകുന്ന നിന്റെ മക്കൾക്ക് ശുശ്രൂഷ ചെയ്യുക, അവളെ സ്നേഹിക്കുക, സ്വന്തം ശരീരത്തെ പോലെ പരിപാലിക്കുക, കരുതുക എന്നൊക്കെയുള്ളത്. രണ്ടാമത്തെ വിഷയം മദ്യപാനമാണ്. ഈ മദ്യപാനം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഈ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ സംസാരിക്കുമ്പോൾ ഒരു വിശ്വാസകാരി, എല്ലാ വിശ്വാസകാരിയല്ല, ഒരു വിശ്വാസകാരന് പറഞ്ഞു. വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയുന്നത് പൈതൃകത്വമായി ആരോ പണ്ട് രക്ഷിക്കപ്പെട്ടിട്ട് അവർ സന്താന പരമ്പരകളായി ജനിച്ച് ഒരു പ്രത്യേക സമയം എന്നപ്പോൾ വെള്ളത്തിൽ ചാടി സ്നാനപ്പെട്ട് അപ്പം മുറിച്ച് തിരുന്ന ഏതെങ്കിലും വീടായിരിക്കാം. ആ പയ്യനെ കുറിച്ചോട് പറഞ്ഞത് അവന് മദ്യം കഴിച്ചില്ലെങ്കിൽ വിറയ്ക്കുമെന്നാണ്. അതായത് കുടിച്ചുകൊണ്ടിരുന്ന സാധനം കുടിച്ചില്ലെങ്കിൽ അവന് വിറയ്ക്കും. നോക്കണേ, വിശ്വാസിയുടെ പേരായി പറയുന്നത്. അപ്പൊ കുടിച്ചില്ലെങ്കിൽ വിറയ്ക്കും. പല യുവതികൾ എന്നോട് സങ്കടത്തോടെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും പുറത്ത് പറയുകയോ വേറൊരു സംസാരിക്കുകയോ ചെയ്യില്ല. കാര്യം ഞാൻ ഈ സോഷ്യൽ മീഡിയയിലിരിക്കുന്ന ശുശ്രൂഷകനാണ്. അത് തന്നെയല്ല, അവരുടെ ഹൃദയത്തിന്റെ തൊമ്പരങ്ങളോ ഭാരങ്ങളോ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം വിളിച്ചു പോകാനും പറയാനും പോയി കഴിഞ്ഞാൽ പിന്നെ ഫർദർ പ്രശ്നങ്ങൾ അവരുടെ കുടുംബജീവിതത്തിലുണ്ടാകും. അനേക യുവതികൾ കണ്ണുനീരിലാണ് അവരുടെ രാത്രികൾ കഴിഞ്ഞുകൂടുന്നത്. പകല് എന്റെ അന്തരീക്ഷം അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ മദ്യം കഴിക്കുന്ന ഭർത്താക്കന്മാർ, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ലെവല് കെട്ടുപോകുന്ന ഭർത്താക്കന്മാർ,
പുറത്തിറങ്ങുമ്പോൾ മാന്യന്മാർ, ഞായറാഴ്ച അതിഭക്തന്മാർ, എന്നാൽ അകത്ത് ഭാര്യയോട് മൃഗീയമായി ഏർപ്പെടുന്ന നീചന്മാർ. ഇതാണ് ചില ആളുകളുടെ സ്വഭാവ പ്രകൃതം എന്ന് പറയുന്നത്. ഇതാണോ വാസ്തവത്തിൽ വിവാഹ ജീവിതം? ഇതാണോ ക്രിസ്തീയ ജീവിതം? ഇതാണോ ഭാര്യാഭർത്തൃ ജീവിതം? എത്രയോ സാധുക്കളായ ആളുകൾ, നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്ത എത്രയോ ഭവനങ്ങൾ ഉള്ളതുകൊണ്ട് സന്തോഷമായി ജീവിക്കുകയും അവർ അന്യോന്യം പൊറുക്കുകയും വഹിക്കുകയും സഹിക്കുകയും സ്നേഹിക്കുകയും ക്ഷമിക്കുകയും അവര് അന്യോന്യം കൈക്കൊണ്ട് സമാധാനത്തോട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ നമുക്ക് ആവശ്യമായത് ദൈവകൃപയാണ്. ഇപ്പൊ എത്രയോ ക്രൈസ്തവ കുടുംബങ്ങള്, ഹൈന്ദവ കുടുംബങ്ങളുള്ളവരെല്ലാം കുടിയന്മാരും ഭാര്യ തല്ലുന്നവരാണോ? അല്ല. എത്രയോ സമാധാന പ്രേമികളായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മാതൃകളവരായി ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഒറ്റപ്പെട്ട ചില കേസുകൾ കാണും. ഈ മനുഷ്യന്റെ കാര്യം തന്നെ നോക്കൂ. ഇതേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഒരു ഉയർന്ന തസ്തികപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം ധാരാളം മതി ഒരു ഫാമിലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. നിങ്ങളിപ്പോ ഒരു ഫോർച്യൂണറോ ഒരു ലാൻഡ് ക്രൂസറോ ഒക്കെ വാങ്ങിച്ചാലും, പിന്നെ മാരുതിയുടെ ഒരു 800 വണ്ടി വാങ്ങിച്ചാലും, പിന്നെ ഒരു സെൻ വാങ്ങിച്ചാലും, പിന്നെ സിയാസ് വാങ്ങിച്ചാലും, എല്ലാം നമ്മുടെ ഈ റോഡില് ഒരു സാധാരണ സ്പീഡിൽ ഓടിപ്പോകാനേ പറ്റുള്ളൂ. അങ്ങനത്തെ വളരെ ടൈറ്റ് ട്രാഫിക്കുള്ള, റോഡ് ഫെസിലിറ്റി ഇല്ല, വളരെ കുറവുള്ള ഒരു സംസ്ഥാനം, അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ വർദ്ധിച്ചൊരു സംസ്ഥാനമാണ് നമ്മുടേത്. മനുഷ്യന്റെ ആർത്തിക്ക് ഒരു പരിഹാരവും ഇല്ല. ഇന്നലെ ഈ വാർത്ത വായിച്ച എന്റെ മനസ്സിനകത്ത് വളരെ സങ്കടമുണ്ടായി. മരിച്ച പെൺകുട്ടി ആരാന്ന് പോലും എനിക്കറിയാൻ വയ്യ. പക്ഷെ എനിക്ക് പെട്ടെന്ന് എന്റെ കുഞ്ഞുങ്ങളുടെ മുഖമാണ് എന്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നത്. പെൺമക്കളുള്ള മാതാപിതാക്കൾക്ക് സഹിക്കാൻ കഴിയുകയില്ല. ആ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ, അവളുടെ വാട്സാപ്പിൽ അവളുടെ ആങ്ങളയ്ക്ക് അയച്ച സന്ദേശം വായിച്ചു കഴിഞ്ഞാൽ ചങ്കുള്ളവൻ ചങ്ക് പൊട്ടി ചത്തുപോകും. അത്ര ദുഃഖകരമായ വാക്കുകളാണ് അവൾ എഴുതിയിരിക്കുന്നത്. അവളുടെ ഒരു കസിനെ വിളിച്ചു പറഞ്ഞപ്പോൾ പറയുന്ന ഇദ്ദേഹം അവളെ കൊന്നുകളയും എന്നുള്ള ഭയവും അവൾക്കുണ്ട് എന്ന് അവൾ പറഞ്ഞ ശേഷമാണ് ആ രാത്രിയിൽ അവിടെ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, മനുഷ്യൻ ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ടവനാകട്ടെ, ഇനി ഈശ്വര വിശ്വാസിയോ ഈശ്വര നിഷേധിയോ ആകട്ടെ, ആരുമാകട്ടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു പശു ഒരു കാള ഒരു പശുവിനെ കുത്തുന്നത് നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ? എന്നെ കേൾക്കുന്നത് ഇത്രയും പേര് ഈ ലൈനിൽ ഇപ്പോൾ 10-15 പേരെങ്കിലും കാണുമായിരിക്കും. സാധാരണ ഇതുപോലുള്ള വിഷയങ്ങൾ പറയാൻ വന്നേല് ഒരു 15 പേരെങ്കിലും വരാറുള്ളൂ, അല്ലെ പിന്നെ ഇല്ല. വേദോത്സവമൊന്നും ആർക്കും വേണ്ടല്ലോ. എല്ലാ മൃഗജാലങ്ങളെയും നിങ്ങൾ ശ്രദ്ധിക്കുക. പുള്ളിപ്പുലിയെയോ കഴുതയോ ഗോവർ കഴുതയോ കുതിരയോ പിന്നെ ആനയെയോ സിംഹത്തെയോ കരടിയെയോ ഈ ജീവജാലങ്ങളെയൊക്കെ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യുക. യാതൊരു മൃഗത്തിലും ആ മൃഗത്തിന്റെ മെയിൽ ബീങ് അതിന്റെ ഫീമെയിലിനെ ഉപദ്രവിക്കുകയില്ല, അതിനെ കുത്തുകയില്ല, മുറിവേൽപ്പിക്കുകയില്ല, പിന്നെ ഉപദ്രവിക്കുകയില്ല. യാതൊരു നിലയിലുള്ള ചേഷ്ടകളും അതിന് വിരോധമായി കാണിക്കുകയില്ല. പക്ഷേ മൃഗത്തെക്കാൾ ശ്രേഷ്ഠനായ മനുഷ്യനോ, വിദ്യാസമ്പന്നനായ മനുഷ്യനോ, സർക്കാർ ഉദ്യോഗസ്ഥനായ മനുഷ്യനോ, പിന്നെ സംസ്കാരം ഉണ്ടെന്ന് പറയപ്പെടുന്ന മനുഷ്യനോ അവന്റെ ഭാര്യയെ അല്ലെങ്കിൽ അവന്റെ ജീവിത പങ്കാളിയെ നിരുപാധികം ഉപദ്രവിക്കുന്നു, ശാരീരിക പീഡകൾ ചെയ്യുന്നു, മെന്റലി ടോർച്ചർ ചെയ്യുന്നു, പിന്നെ ഉപദ്രവിക്കുന്നു, നിദ്രാവിഹീനമായ ദിനരാത്രികൾ ഉണ്ടാക്കി കൊടുക്കുന്നു, സങ്കടക്കടലിൽ അവർ നീന്തി തുടിക്കുവാൻ ഇടയാക്കി തീർക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മനുഷ്യനേക്കാൾ നല്ലത് ഇന്ന് വിവേകമില്ലാത്ത അല്ലെങ്കിൽ അക്ഷരജ്ഞാനമില്ലാത്ത മൃഗങ്ങൾ തന്നെ എന്ന് പറയുന്ന കുറെ കൊണ്ട് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അറിയാവോ, ഒരു കാളയെ കുത്തും, പക്ഷെ ഒരു കാള ഒരു പശുവിനെ കുത്തുകയില്ല. ഒരു സിംഹം അതിന്റെ കൂട്ടുകാരനായ വേറൊരു സിംഹത്തെ അതിനോട് ആക്രോശിക്കുകയും അതിനോട് ചീറിപ്പായുകയും പരസ്പരം കടിക്കുകയും മറിക്കുകയും ചെയ്യും. പക്ഷെ ഒരു സിംഹം ഒരു സിംഹിയോട് അങ്ങനെ ചെയ്യത്തില്ല. അറിയാവോ, അതിന്റെ പാർട്ട്നോട് മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യുകയില്ല. പക്ഷേ മനുഷ്യൻ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കണം? മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചവനാണ്, അധമനാണ് എന്ന് മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. നമ്മളെല്ലാ മനുഷ്യരും ജീവിക്കുന്നത്, അധ്വാനിക്കുന്നത് ഒരു ചാൺ വയറിനുള്ള ആഹാരത്തിന് വേണ്ടിയാണ്. എല്ലാ മനുഷ്യരും ഒരു ചാൺ വയറേ ഉള്ളൂ. ആ ഒരു ചാൺ വയറില് നമ്മൾ കഴിക്കുന്ന ആഹാരം 3 നേരമാണ്. ഇപ്പൊ ഡയബറ്റിക്, കൊളസ്ട്രീമിയ, ഹൈപ്പർ ടെൻഷന്, കിഡ്നി പ്രോബ്ലം, ഹാർട്ടിന്റെ ബ്ലോക്കേജ്, വാൽവ് സംബന്ധമായ പ്രശ്നങ്ങള്, ഹാർട്ട് സംബന്ധമായ ഇതര പ്രശ്നങ്ങള്, വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗങ്ങള്, കൊറോണയുടെ ഭീതി, ഇതെല്ലാം വർദ്ധിച്ച ഈ കാലത്ത് പണ്ടത്തെ പോലൊന്നും ആഹാരം കഴിക്കാൻ മനുഷ്യ വയ്യ. അല്പാഹാരം മതി. ഈ അല്പാഹാരവും കിടന്നുറങ്ങാനായിട്ട് നീ സ്ലീപ്പ് വെല്ലിന്റെ 60,000 രൂപ വിലയുള്ള
1.5 ലക്ഷം രൂപയുള്ള മാട്രസ് വാങ്ങിച്ചാലും സാധാരണ 7,000 രൂപയ്ക്ക് കിട്ടുന്ന മാട്രസ് വാങ്ങിച്ചാലും അത് നീ വിരിക്കുന്നത് ഒരു കോട്ടയിലാണ്, കിടക്കുന്നത് ആ ഒരു കോട്ടയിലാണ്. 12 മുറിയുള്ള വീട് വെച്ചാലും ഭാര്യയും ഭർത്താവും കൂടെ ഒരു മുറിയിലാ കിടക്കുന്നത്, ബാക്കി 11 മുറിയും MDA കിടക്കുക. ചെലന്തി വല കെട്ടിയും ഡസ്റ്റ് തൂത്തും ജോലി വേലക്കാർക്ക് കാശും കൊടുത്ത് ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കുക. ഇത് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയിടാവുന്നുള്ളതേ ഉള്ളൂ. അപ്പം ആത്യന്തികമായി നോക്കിക്കഴിഞ്ഞാൽ കിടന്നുറങ്ങാനായിട്ട് ഒരു മുറിയും ഒരു കോട്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആഹാരം പരിമിതമായി നമുക്ക് മതി. പിന്നെ വേണ്ടുന്ന യാത്രയ്ക്കുള്ള പെട്രോളിനുള്ള പൈസയും, പിന്നെ ഈ ടെലിഫോൺ ബില്ല് കൊടുക്കാനുള്ള പൈസയും, ഇലക്ട്രിസിറ്റി ബില്ല് വേണ്ടുന്ന പൈസയും, പിന്നെ ആശുപത്രിക്ക് ഉള്ള ആവശ്യത്തിനുള്ള പൈസയൊക്കെയാണ് മനുഷ്യന് വേണ്ടുന്നത്. പിന്നെ വേണ്ടത് എന്തുമാത്രം പൈസ ഉണ്ടാക്കി ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ ഇന്നലെ കൊല്ലപ്പെട്ട ഈ പുള്ളിയത്തിന് നോക്കി 1 ഏക്കർ 20 സെന്റ് വസ്തു അവന്റെ അമ്മായിയപ്പൻ കൊടുത്തതും 100 പവൻ കൊടുത്തതും 12 ലക്ഷം രൂപയുടെ കാത് കൊടുത്തതെല്ലാം മിച്ചമുണ്ട്. പക്ഷെ അവന്റെ ജീവിത പങ്കാളിയായി ജീവിക്കാൻ കൊടുത്ത ഭാര്യയില്ല. അവൾ കാലയവനയ്ക്ക് അപ്പുറത്തേക്ക് ഓടി മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് ദെൻ? ജീവിതത്തിന്റെ അർത്ഥം എന്താ? ഞാൻ പറയുന്നതിന്റെ സാരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് അല്പമാകട്ടെ അധികമാകട്ടെ ഉണ്ടെങ്കിലും ഉള്ളതുകൊണ്ട് നീ എന്ത് ചെയ്യുക? സംതൃപ്തരായി ജീവിക്കുക. അതാണ് മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ആവശ്യം. അപ്പോൾ ഉള്ളതുകൊണ്ട് സംതൃപ്തമായി ജീവിച്ച് ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും പിന്നെ സ്നേഹം പുലർത്തിയും അവരെ അന്യോന്യം കരുതലുള്ളവരായും ഈ സമൂഹത്തിൽ ജീവിച്ച് സമൂഹത്തിന് തന്നെ ഒരു നല്ല മാതൃകയാക്കാനാണ് ദൈവം കുടുംബത്തെ ജാതികൾക്കപ്പുറമായി ക്രമീകരണം ചെയ്തിരിക്കുന്നത്. എത്രയോ ജാതികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളും പറയുന്ന പോലെ രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത, അന്യഭാഷ പറയാത്ത, അല്ലെങ്കിൽ വചനവ്യാഖ്യാനം ചെയ്യാത്ത, ആമോദ രക്ഷാവര ന്യായപ്രമാണം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാത്ത, വേദപുസ്തകം എന്താണെന്ന് അറിയാൻ വയ്യാത്ത, വേദപുസ്തകത്തിന് വെളിയിലുള്ള എത്ര ആളുകൾ വളരെ ശാന്തരായി, സൗമ്യരായി, സ്നേഹമുള്ളവരായി, വിനയമുള്ളവരായി, പരസ്പര ബഹുമാനമുള്ളവരായി ഇന്ന് കുടുംബജീവൻ നയിക്കുന്നുണ്ട്. വിശ്വാസിക്ക് അതും സാധിക്കുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതറിയാവോ? ഈ എന്നെ ശ്രദ്ധിക്കുന്ന പെന്തക്കോസ്ത് വേർപാട് വിശ്വാസികൾ നിങ്ങളോടായിട്ടൊരു വാക്യം പറയാം. എല്ലാവരുടെയും ആഗ്രഹം അവരവരുടെ മക്കളെ ഏറ്റവും കൊമ്പിക്കുപേർത്തി നിന്ന് കയറണമെന്നാണ്. അതായത് ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് ചെന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഉന്നതമായ സ്ഥലത്ത് ചെന്ന് കയറിക്കഴിയുമ്പോൾ ഉന്നതമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഉന്നതമായൊരു ജീവിതം ലഭിക്കുന്നില്ല എങ്കിൽ ഈ ഉന്നത സൗകര്യം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? 4 കാശിന്റെ പ്രയോജനമുണ്ടോ? ഏതെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ലക്ഷക്കണക്കിന് രൂപ ബാങ്കിനോട് ചിന്തിക്കുക, അല്ലെ കോടിക്കണക്കിന് രൂപ ബാങ്കിനോട് ചിന്തിക്കുക, ഇമൂവബിൾ പ്രോപ്പർട്ടി കോടിക്കണക്കിന്റെ ഉടൻ ചിന്തിക്കുക, 2ഉം 3ഉം വീടുകളുണ്ടെന്ന് കരുതുക, പിന്നെ വേണ്ടുവോളം ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ടെന്ന് ചിന്തിക്കുക, നല്ല പോസ്റ്റുണ്ടെന്ന് ചിന്തിക്കുക. പക്ഷെ നിന്റെ ഒരു ജീവിതമില്ല എങ്കിൽ നിന്റെ ഈ വൈവാഹിക ജീവിതം കൊണ്ട് എന്തർത്ഥമാവുള്ളത്? അത് ചിന്തിക്കേ. അത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം വിവാഹം കഴിക്കുന്നവൻ ജാതിക്കും മതത്തിനും സാംസ്കാരികക്കും എല്ലാം അതീതമായി തന്റെ ജീവിതത്തിന്റെ പങ്കാളി അവൻ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം കൊടുത്ത ലൈഫ് പാർട്ട്ണറാണ് എന്ന് മനസ്സിലാക്കണം. അവന്റെ ശരീരത്തെ സ്നേഹിക്കുന്ന പോലെ അവൻ അവളെ സ്നേഹിക്കണം. അവൻ തന്നെ എപ്രകാരം കരുതുന്നു അപ്രകാരം അവളെ കരുതണം. അവനെ എത്രമാത്രം ബഹുമാനം അവനോടുണ്ടോ അത്രയും ബഹുമാനം, അതിന്റെ ഇരട്ടി ബഹുമാനം അവന്റെ ജീവിത പങ്കാളിയോട് അവനുണ്ടാകണം. ഇത് വാസ്തവത്തിൽ പ്രകൃതി പോലും നമ്മെ മൃഗങ്ങൾ കൂടെ പഠിപ്പിക്കുക. മനസ്സിലായോ? മൃഗജന്തുക്കൾ കൂടെ പോലും ദൈവം ഈ ലോയെ, ഈ നാച്ചുറൽ പ്രകൃതിയുടെ നിയമം നമ്മെ പഠിപ്പിക്കുക. ഇവിടെയാ വിദ്യാഭ്യാസമുണ്ടെന്ന് പറയുന്നവൻ, ഉദ്യോഗമുണ്ട് എന്ന് പറയുന്നവൻ, മാസം തോറും ലക്ഷങ്ങളോ അതിലധികമോ ശമ്പളം വാങ്ങിക്കുന്നു പറയുന്നവൻ സ്വന്തം ഭാര്യയെ ഉരുട്ടുക, ചതയ്ക്കുക, പിന്നെ ദണ്ഡിപ്പിക്കുക, പീഡിപ്പിക്കുക, കിട്ടിയത് പോരാ കുറെ കൂടെ കൊണ്ടുപോയെന്ന് പറയുക. ദ്രവ്യാഗ്രഹം വിശുദ്ധ വേദോഷം പറയുന്നു സകലവിധ ദോഷത്തിനും മൂല കാരണമാകുന്നു. ചിലർ ഇത് കാക്ഷിച്ചിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ വിശ്വാസികൾ വെറുതെ സൺഡേ ബിലീവേഴ്സ് ആകരുത്. അതായത് ഞായറാഴ്ച ക്രിസ്ത്യാനികളായി മാത്രം ഇരിക്കരുത്. നമ്മുടെ വിവാഹ ജീവിതത്തിൽ നമ്മുടെയൊക്കെ മക്കളെ വിവാഹം കഴിക്കുമ്പോൾ ആൺമക്കളുള്ളവർ ശ്രദ്ധിക്കുക. ആൺമക്കളുള്ളവർ വിവാഹം കഴിപ്പിക്കാൻ, മക്കളെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങൾക്ക് മകൻ കെട്ടുന്ന വീട്ടിൽ നിന്ന് ഒരു 50 ലക്ഷം അല്ലെങ്കിൽ 75 ലക്ഷവും പിന്നെ വിലപിടിപ്പുള്ള കാറും 4 ഏക്കർ റബ്ബർ തോട്ടം ആഗ്രഹിക്കാതെ ഈ മകന്റെ തലമുറകൾ ഐശ്വര്യത്തോടെ അനുഗ്രഹത്തോടെ ഭൂമിയിൽ അവശേഷിക്കാൻ ദൈവം അനുവദിച്ചാൽ, അങ്ങനെ ഒരു തലമുറ ഉണ്ടാകത്തക്ക നിലയിൽ ദൈവഭയമുള്ള, പിന്നെ ദൈവത്തെ ബഹുമാനിക്കുന്ന, മാതാപിതാക്കളെ സൂക്ഷിക്കുന്ന, ഭർത്തൃപ്രിയയായിരിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിന്റെ മാതാപിതാക്കളെ അനുസരിക്കുന്ന അങ്ങനത്തെ പൈതൃകത്വമുള്ള
വീട്ടിൽ ചെന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നിങ്ങളുടെ മകന് കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ അറിയാവോ, ദൈവം അതോടുകൂടി എല്ലാ നന്മയും നിങ്ങൾക്ക് നൽകി തരും. എത്രമാത്രം ഉണ്ടാക്കിയാലും ഈ കൊറോണയുടെ അതിരൂക്ഷമായ ഈ കാലഘട്ടങ്ങളിൽ എത്രയോ ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് മരണവഴിയായി മാറ്റപ്പെട്ടു. പണം കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നും പണം കൊണ്ട് യാതൊരു പ്രയോജനവും മനുഷ്യൻ ഉണ്ടാവുകയില്ല എന്നും മനുഷ്യനെ പഠിപ്പിച്ചൊരു കാലഘട്ടമാണ് ഈ കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത്. ഇത്ര ദുരന്തപരമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ മനുഷ്യജീവിതങ്ങളിലേക്ക് അലയടിച്ച് ഉയർന്ന് അനേക ആയിരങ്ങളെ കാലയവനിക്ക് അപ്പുറത്തേക്ക് ആട്ടിപ്പായിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ പോലും മനസ്സാക്ഷി മരവിച്ച, ഹൃദയത്തിന് അലിവില്ലാത്ത, പിന്നെ മനുഷ്യരോട് മനുഷ്യത്വം കാണിക്കാൻ കഴിയാത്ത, കിരാതവും നികൃഷ്ടവും നീചവുമായിരുന്ന മനോഭാവം മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകുന്നെങ്കിൽ മനുഷ്യൻ എത്രയോ നീചനാണ്, എത്ര നികർഷനാണ്, എത്ര അധപ്പതിച്ചവനാണ്, എത്ര മൃഗതുല്യനാണ് എന്നാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റു കാര്യം ഞാൻ പറയാം, സ്ത്രീധനം ചോദിക്കുന്ന ഒരു വീട്ടിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കരുത്. ഞാൻ സത്യം പറയുക, നിങ്ങളുടെ മക്കൾക്ക് ദൈവം ഒരു പുരുഷനെ ഭൂമിയിൽ ദൈവം ജന്മം കൊടുത്താൽ അവന് ഒരു ഭാര്യയെയും ഒരു പെൺകുട്ടിയെ ഈ ഭൂമിയിൽ ദൈവം ജന്മം കൊടുത്താൽ അവന്റെ ഏതൊരു ലീചര്യപ്പെട്ടവനാണെങ്കിലും അവൾക്കൊരു ഭർത്താവിനെയും ദൈവം നിയമിച്ചിട്ടുണ്ട്. കാലത്തിന്റെ പ്രത്യേകമായ താല്പര്യവും സാഹചര്യം അനുസരിച്ചാണ് മനുഷ്യൻ ചില ചോയ്സുകളൊക്കെ ചെയ്യുന്നത്. അത് മാനുഷികമായ നിലയിലാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ദൈവം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിയമിച്ച സമയത്ത് ദൈവം ആലോചിച്ച വിവാഹ ബന്ധങ്ങൾ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, സ്ത്രീധനം ചോദിക്കുന്ന വീട്ടിൽ ഒരിക്കലും നിങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കരുത്. ഭൗതികമായിരിക്കുന്ന അത്യാഗ്രഹം വിവാഹാലോചന സമയത്ത് തന്നെ കാണിക്കുന്ന ആ ഭവനത്തോടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അവൻ എത്ര വലിയവനായാലും എത്ര ഉന്നതമായ സൗകര്യത്തിൽ ജീവിക്കുന്നവനായാലും ഗുഡ് ബൈ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോരണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്കുള്ള ഓഹരിയിൽ നിന്ന് അവരുടെ അവകാശമായി നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന പ്രാപ്തി പോലെ അവരുടെ അവകാശം കൊടുക്കുന്ന അല്ലാതെ സ്ത്രീധനത്തിന്മേൽ കണ്ണുവെച്ച് ആൺമക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് കണ്ട പെമ്പിള്ളാരുടെ വീട്ടിൽ നിന്ന് പൈസ വരുത്തി സുഖലോലുപരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുഴിമടിയന്മാരായ യുവസഹോദരന്മാർക്ക് പെൺകുട്ടികളെ ഒരിക്കലും ഭാര്യമാരായി കൊടുക്കരുത്. അങ്ങനെ വേണം, ദൃഢനിശ്ചയം ചെയ്യണം. അങ്ങനെ ചെയ്യരുത് എന്ന് തീരുമാനിക്കണം. ഞാൻ അങ്ങനെ ചെയ്ത് എനിക്കൊന്നാ സ്ത്രീധനം കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. എന്റെ രണ്ട് മരുമക്കളും അവരുടെ വീട്ടുകാരും അവരുടെ മാതാപിതാക്കളും നയാ പൈസ എന്നോട് എന്റെ മക്കളെ വിവാഹം കഴിക്കാൻ ചോദിച്ചില്ല എന്നുള്ള ദൈവസന്നിധിയിൽ പച്ച പരമാർത്ഥമായ സാക്ഷ്യമാണ്. ഇളയ മോടെ വീട്ടില് ഞാൻ സാമാന്യ മര്യാദ അനുസരിച്ച് ഈ കല്യാണത്തിന് നിങ്ങൾ എങ്ങനെയാ എന്തെങ്കിലും പ്രതീക്ഷയും, ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു പ്രതീക്ഷയില്ല, മോളെ ഇങ്ങനെ തന്നാ മതി എന്ന് പറഞ്ഞു. മൂത്ത മോടെ അങ്ങനെ തന്നെയാണ് നടന്നത്. അവരെ ദൈവകൃപയിൽ ആശ്രയിച്ച് സന്തോഷമായി ജീവിക്കുന്നു. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന പോലോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലോ വലിയ ഭയങ്കര റബ്ബർ തോട്ടമോ ഈ വലിയ ബഹുനില കെട്ടിടങ്ങളോ 5-6 വണ്ടിയോ കാർ ഷെഡിലൊന്നും കാണുകയില്ല. അവർക്കും അത്യാവശ്യമായി ഓടിക്കാൻ ഓരോ 4 വീലറൊക്കെ ഉണ്ട്. ഇപ്പൊ 4 വീലറല്ല വിഷയം, 4 വീലറിനകത്ത് ഓടിക്കാനുള്ള പെട്രോളല്ലേ പ്രധാനപ്പെട്ട വിഷയം. 98-58 ഇന്ന് ഞാൻ 4 മണിക്ക് കാലം പെട്രോൾ അടിച്ച് 1 ലിറ്റർ പെട്രോളിന് 98 രൂപ 58 പൈസയ്ക്കാണ് ഇന്ന് ആറന്മുള ഉള്ള പെട്രോൾ പമ്പിൽ നിന്ന് ഞാൻ ഇന്ന് 4:30 മണിക്ക് ശകലം പെട്രോൾ അടിച്ചത്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അടിച്ചത്. കാരണറിയാവോ, ഞാനൊരു സുവിശേഷ വേലക്കാരനാ, എനിക്ക് വിശ്വാസാൽ ജീവിക്കുന്നവനാ, മുമ്പോട്ട് അടിച്ചോട് പോകാൻ. അപ്പൊ വണ്ടി ഇപ്പോൾ ഒരു കാഴ്ച വസ്തുവായി വന്നിരിക്കുക. അപ്പൊ ഞാൻ അറിയാവോ, വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഭാര്യ വീട്ടിൽ നിന്ന് കാശ് വരുത്തി അവരുടെ ചെലവിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കല്ലേണ്ടത്. അന്തസ്സും അഭിമാനവും ആണത്തോടെ പുരുഷന്മാർ നീതറിയാവോ, സ്വന്തം അധ്വാനം കൊണ്ട് വാഹനം വാങ്ങി സ്വന്തം അധ്വാനം കൊണ്ട് വാഹനം ഓടിക്കാൻ പെട്രോൾ അടിക്കാൻ നിർവാഹമുള്ള സമയത്തിന് വണ്ടി വാങ്ങിച്ച് അവന്റെ ഭാര്യയും കൊണ്ട് അതേ വെച്ചുകൊണ്ട് അവൻ യാത്ര ചെയ്യും. അല്ല ഭാര്യ വീട്ടിലേക്കും കൊണ്ടുവന്ന് സന്തോഷമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കരുത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ദ്രവ്യപ്രിയമരുത് എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം വരുത്. അതുപോലെ തന്നെ സുബോധശീലനായിരിക്കണം. മദ്യപനരുത്. മദ്യപാനിയായിരിക്കുന്ന സദാചാര ജീവിതത്തിൽ ജീവിത സാക്ഷ്യമില്ലാത്ത ദ്രവ്യപ്രിയരായ യുവാക്കന്മാരുടെ വിവാഹം കഴിച്ച് പെൺകുട്ടികളെ വിട്ടാൽ വാസ്തവത്തില് ഒരു സങ്കട കടലിലേക്ക് നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ കല്ലുകെട്ടിത്താക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. വിവാഹം വിഷയത്തിനു വേണ്ടി വളരെ ആലോചിക്കണം, വളരെ പ്രാർത്ഥിക്കണം, വളരെ ചിന്തിക്കണം. പ്രഥമ ദൃഷ്ടിയാ കാണുന്ന യാതൊരു വിധമാകുന്ന
ദാടിയും ഓടികളും കണ്ട് എന്ത് ചെയ്ത് കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കാൻ എടുത്തിയാളരുത്. വളരെ ആലോചിച്ചും വളരെ ചിന്തിച്ചും മാത്രം. ഇന്നോട് ഒരാൾ ചോദിച്ചു തന്നെ ചക്കയാണോ തുന്നി നോക്കിയിട്ട് നമുക്ക് ഇവൻ കുടിക്കുന്നവനാണോ വലിക്കുന്നവനാണോ പല സ്ത്രീ ബന്ധമുള്ളവനാണോ കൊള്ളതാത്തവനാണോ എന്നൊക്കെ അറിയാൻ. അതിനാ സമയം വേണ്ടുന്നത്. വിവാഹം ആലോചിച്ചു കഴിഞ്ഞാൽ ആ ദേശത്തൊക്കെ ചെല്ലുമ്പോൾ നല്ല മനുഷ്യരൊക്കെ കാണും. അവിടെ എല്ലാവരും മോശക്കാരല്ല. പണ്ടുകാലത്തൊക്കെ കല്യാണം തല്ലിക്കുന്നവരുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ളതല്ല. നല്ല ആൾക്കാർ സംസ്കാര സമ്പന്നരായ ആളുകളൊക്കെ ഉണ്ടാവും. അവരിലൊക്കെ ചോദിക്കണം എങ്ങനെയുണ്ട് ഈ പയ്യനെ കുറിച്ച് അറിയാമോ. അങ്ങനെയൊക്കെ അന്വേഷിച്ച ശേഷവും അപൂർവമായി നിഗൂഢ സ്വഭാവമുള്ള ചില യുവാക്കന്മാരുണ്ടാവാം. അവരെ മനസ്സിലാക്കാൻ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞേ സാധിക്കുകയുള്ളൂ. എനിക്കിവിടെ തുറന്നു പറയാൻ സാധിക്കാത്ത ഒരു 4-5 യുവ സഹോദരിമാരുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ 4-5 ധനാഢ്യരായ യുവാക്കന്മാരുടെ ചരിത്രം എനിക്കറിയാം. അവര് വലിയ സമ്പന്നതയുള്ളവർ, സൗന്ദര്യമുള്ളവർ, പിന്നെ വലിയ കെടികെട്ടിയ കുടുംബത്തിൽ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് വിവാഹം നടത്തിയ കൊച്ചു കുരുന്നു കുഞ്ഞുങ്ങളെ അവരെ വിവാഹം കഴിപ്പിച്ചു. അവരുടെ ജീവിതങ്ങൾ സങ്കടക്കടലിൽ ആയി. അവയെ ചിലതൊക്കെ വിവാഹമോചനം ചെയ്തു, ചിലതൊക്കെ രണ്ടാമത് വിവാഹം കഴിച്ചു. ചില പെൺകുട്ടികൾ ഞങ്ങൾക്ക് ഇനിയും വിവാഹം വേണ്ടായേ എന്ന നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു. വേണ്ടിയാവോ വിവാഹം എന്ന് പറയുന്ന ഇതാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, ഇനി ഒരു പുരുഷനെ വിശ്വസിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് വേണ്ട എന്ന് പറഞ്ഞ് റിമൈൻ ചെയ്യുന്ന 1-2 പേരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ ആണ് മക്കളെക്കുറിച്ച് കരുതേണ്ടവർ. അവരെന്ത് ചെയ്യണം? ഭൌതികമാകുന്ന ഈ സമീപകാലത്തുണ്ടായ ഭൌതികമായ നേട്ടങ്ങൾ ഇപ്പൊ എവിടെ ചെന്നു കഴിഞ്ഞാലും തറവാട്ടുകാരനാര്, കൊള്ളാവുന്നവനാര്, സംസ്കാരമുള്ളവനാര്, പിന്നെ ജീവിത സാക്ഷ്യവും നിലവാരമുള്ളവനാര്, ഇതൊന്നും അറിയാൻ വയ്യ. കാരണം അറിയാവോ, 1970 മുതൽ അമേരിക്കൻ ഐക്യനാടുകളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള വലിയ പ്രവാഹം ഇവിടുന്ന് ജനങ്ങൾക്കുണ്ടായി കഴിഞ്ഞപ്പോൾ 10, 20, 30 വർഷം പോയി ജോലി ചെയ്തവരെല്ലാവരും സമതുല്യരായി ഇപ്പോൾ വമ്പൻ വീടുകൾ വെച്ച് വിലപ്പെട്ട കാറുകളും വാങ്ങിച്ച് താമസിക്കുക. ഇതിൽ കൊള്ളാവുന്നവനാരാ, കൊള്ളാത്തവനാരാ, സ്വഭാവദൂഷ്യമുള്ളവനാരാ, സ്വഭാവദൂഷ്യം ഇല്ലാത്തവനാരാ, എന്ത് തലമുറകൾ കൂടി സാക്ഷ്യമുള്ളവനായിരുന്നു, അല്ലാത്തവനാരായിരുന്നു, ഒന്നും അറിയാൻ വയ്യാത്ത സ്ഥിതിയായി. ഇവിടെയാണ് ഈ ചതിവ് കൂടുതൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മള് വിവാഹ വിഷയങ്ങളിൽ ഏറെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ വിഷയം, വിശ്വാസികളായ ആളുകൾ വാസ്തവത്തില് കള്ളവും ഭോഷ്കും പറഞ്ഞ് വിവാഹം നടത്തരുത്. സ്വന്തം മകൻ കള്ളുകൂടിയനാണെങ്കിൽ നല്ല അമ്പോച്ചി പെമ്പിള്ളാരായി മാതാപിതാക്കൾ ചങ്ങിന് തുല്യം സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിയുമ്പോൾ ഞങ്ങളുടെ മോൻ ചക്കരയാന്നേ പറയുള്ളൂ അവന്റെ തള്ള. ഇതാണ് വാസ്തവത്തില്. അവിടെ വിശ്വാസമൊന്നുമില്ല. ഞാനൊരിക്കൽ ഒരു പയ്യനെ കാണാൻ പോയി. അവൻ മൂക്കൂടിയനാ എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. തള്ളയോട് ഞാൻ ചോദിച്ചു, ആധുനിക കാലത്ത് ഏതെങ്കിലും യുവ സഹോദരന്മാരുടെ വല്ല കുഴപ്പം? അയ്യോ, ഞങ്ങളുടെ കുഞ്ഞോ നല്ല ചക്കരയാണെന്ന് പറഞ്ഞു. ചക്കര പറഞ്ഞാൽ പനഞ്ചക്കര പോലെ നിഷ്കളങ്കമായ മധുര സ്വഭാവം. അവൻ വെള്ളത്തിന്റെ അകത്താ. മനസ്സിലായോ? പിന്നീട് ഞാനത് നന്നായി മനസ്സിലാക്കി. അപ്പൊ ഇത് ഇങ്ങനെ പറയരുത്. കള്ളു കുടിക്കുന്നതാണെങ്കിൽ കള്ളു കുടിക്കുന്നതാന്ന് പറയണം. എന്റെ സമീപ സ്ഥലത്ത് ഒരു വീടുണ്ട്. ദൈവഭക്തനായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു 100 വയസ്സ് ഉള്ള ആളായിട്ട് മരിച്ചു. അദ്ദേഹത്തിന്റെ താടി കിട്ടിയത് ഞാൻ മരിച്ചപ്പം എന്റെ അയൽവാസിയാണ്. ഒരിക്കല് ഒരു കള്ളച്ചെറുക്കനെ പോലീസുകാർ ഓടിച്ചിട്ട് എന്റെ പടിക്കൽ കൊണ്ടുവന്നു. ഉടനെപ്പോ ഇവ പ്രാണരക്ഷാർത്ഥം ഈ വീട്ടിലേക്ക് ഓടിക്കയറിയപ്പോ ഈ അപ്പച്ചന്റെ മകനെ, അതൊരു നല്ല മനുഷ്യ, അദ്ദേഹം പറഞ്ഞു നീ അവിടെ കയറി കട്ടിൽ അവന്റെ കീഴിൽ ഓടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഓടിച്ചോളാൻ പോലീസിനോടേക്ക് പോവുക. അപ്പൊ ഈ അപ്പച്ചൻ ഒരു വാക്ക് പറഞ്ഞു, ഞാനിവിടെ പോണ്ടേ, നീ ഒരു കാര്യം ചെയ്ത് ഒളിച്ചൊക്കെ ഇരുന്നു, പോലീസിനോട് ചോദിച്ചാൽ നീ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ പറയും എന്ന് ഈ അപ്പച്ചൻ പറഞ്ഞു. നല്ലൊരു മനുഷ്യൻ, ദൈവഭക്തനായ മനുഷ്യനായിരുന്നു. നമ്മുടെ സ്വന്തം മക്കളാണെന്ന് പറഞ്ഞാലും തെറ്റുകാരാന്ന് കണ്ടാൽ തെറ്റുകാരാന്ന് പറയണം. മനസ്സിലായോ? തെറ്റുകാരാന്ന് പറയണം. പണ്ട് ചെറിയാൻ സാറ് ഈ കുമ്പനാട്ട് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ദൃഷ്ടാന്തം, എന്നോട് ആരും പ്രത്യേകിച്ച് വിരോധിക്കരുത്, ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന ME ചെറിയാൻ സാർ കുമ്പനാട്ട് ബ്രദറുകാരുടെ കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു ദൃഷ്ടാന്തമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതേപോലെ തമിഴ്നാട്ടിലെ വലിയ ധനാഢ്യനായ ഒരു രാഷ്ട്രീയ ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ ഏക മകൾക്ക് വിവാഹം കഴിക്കാനായിട്ട് ഒരാലോചന വേണമെന്ന് പറഞ്ഞു ഒരു ദല്ലാളിനെ ഏൽപ്പിച്ചു. ആ ദല്ലാളുകാരുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ദല്ലാളുകന്മാര് പണ്ട് വരുന്ന ആളുകള് ഒരുപാട് ഈ അതിശോക്തിയൊക്കെ പറയുമായിരുന്നു. അതായത് പെണ്ണിന് ടൈപ്പ് അറിയാം, ഷോർട്ട് ഹാൻഡും ഉണ്ട് എന്ന് പറയുമ്പോൾ ടൈപ്പും ഷോർട്ട് ഹാൻഡും ഉണ്ടെന്നായി ഇവർ വിശ്വസിച്ചത്. പക്ഷേ ടൈപ്പ് നന്നായി അറിയാം, ഷോർട്ട് ഹാൻഡിന് ഒരു കൈ അല്പം ഷോർട്ടാണ്, അതാണ് ഈ ഷോർട്ട് ഹാൻഡും ഉണ്ടെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ പെൺകുട്ടിയുടെ വീട്ടിൽ പറയും ചെറുക്കന് ഉന്നത നിലവാരത്തിലാണ്
നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്ഥാനത്താ അവന്റെ താമസം. ശരിയാ, അവൻ താമസിക്കുന്നത് 1.25 കിലോമീറ്റർ ഉള്ളൂ സ്വർഗത്തിലോട്ട് പോകാൻ. അത്രയും വലിയൊരു മലയുടെ കുന്നിന്റെ മണ്ടയ്ക്കാ അവൻ താമസിക്കുന്നത്. ഇങ്ങനെയൊക്കെ ദല്ലാളന്മാര് പറയുമായിരുന്നു. അപ്പൊ ചെറിയാൻ സാറ് പറഞ്ഞു, ഈ ആട്ടിയ ബ്രാഹ്മണന്റെ മകൾക്ക് വേണ്ടി ഒരു വിവാഹാലോചന കൊണ്ട് ദല്ലാൾ വന്നു. അപ്പം ഈ അപ്പൻ ചോദിച്ചു, പയ്യൻ എപ്പടിയേ ഇരിക്കെ, പയ്യൻ എങ്ങനെയുണ്ട്? അപ്പൊ പറയും, പയ്യൻ മികവും നല്ല ഇരിക്കെ, എന്നാ കൊഞ്ചം ഉള്ളിയെ മറ്റും ഷാപ്പിടുവേ. അതായത് നല്ല പയ്യനാണ്, എന്നാൽ അല്പം ഉള്ളി ഷാപ്പിടും. അപ്പം ബ്രാഹ്മണൻ ചോദിച്ചു, ഉള്ളി ഷാപ്പിടുമോ? അതെന്തിന്? അത് എപ്പോഴുമേ ഷാപ്പിട മുടിയാതെ, എല്ലായ്പ്പോഴും ഷാപ്പിടുകയില്ല. അവൻ ബീഡി ഷാപ്പിടുമ്പോ താനെ അതൊക്കെ മണം പുറത്ത് വരാമൽ ഒരു കൊഞ്ചം ഉള്ളിയെ ഷാപ്പിടും. അവൻ ബീഡി വലിക്കുക. ആദ്യ ബ്രാഹ്മണന് മകൾക്ക് വേണ്ടി ആലോചിക്കുന്ന ബ്രാഹ്മണ പയ്യനാന്ന് മനസ്സിലാക്കണം. അപ്പൊ അവൻ ബീഡി വലിക്കുമ്പോ ബീഡിയുടെ മണം പുറത്ത് വരാതിരിക്കാൻ അല്പം ഉള്ളി തിന്നും. അപ്പൊ അയാൾ ചോദിച്ചു, ബീഡി വലിക്കുവോ? അത് ബീഡി എപ്പോഴും വലിക്കുകയില്ല. അവൻ ശരാബ് കിടയാതെ വരുമ്പോ താനെ കൊഞ്ചം ബീഡിയെ ചാപ്പിടും. ചാരായം കുടിക്കാൻ കിട്ടാതെ വരുമ്പം എന്ത് ചെയ്യും? അല്പം ബീഡി വലിക്കും. അപ്പൊ അവൻ ചാരായം കുടിക്കുമോ? ചാരായം കുടിക്കുമെന്ന് പറയോ? ചാരാവ് എപ്പോഴും കുടിക്കുകയല്ല. മാംസം ചാപ്പിടുന്ന സമയത്ത് മാത്രം അല്പം ചാരായം ചാപ്പിടും. ഇറച്ചി കഴിക്കുമ്പോൾ ആട്ടിയ ബ്രാഹ്മണനാണെന്ന് മനസ്സിലാക്കണം. ഇറച്ചി കഴിക്കുന്ന സമയത്ത് അവൻ അല്പം ചാരായം കൂടെ കഴിക്കും. അപ്പൊ ഈ ബ്രാഹ്മണൻ ചോദിച്ചു, അപ്പൊ അവൻ മാംസവും കഴിക്കുമോ? അപ്പൊ പറയോ, അത് എപ്പോഴുമേ കഴിക്കാൻ മുടിയാതെ, എപ്പോഴും കഴിക്കില്ല. വേശ്യ വീട്ടിലേക്ക് പോകുമ്പോ താനെ അവൻ കൊഞ്ചം മാംസം ചാപ്പിടുന്നത്. മനസ്സിലായോ? കണ്ട പെണ്ണുങ്ങളെ കൂടെ ഇവൻ പോകുന്നൊരു സ്വഭാവമുണ്ട്. അപ്പൊ ഇവൻ അല്പം ചാരായം കൂട്ടി അല്പം ഇറച്ചി കഴിക്കുമെന്ന്. ഇത് ചെറിയാൻ സാറ് ഒരു 35 വർഷം മുമ്പ് കുമ്പനാട്ട് വെച്ച് പ്രസംഗിച്ച് ഞാൻ കേട്ട എന്റെ ഓർമ്മയെന്ന് ഞാൻ പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദല്ലാൾ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, പയ്യൻ കൊഞ്ചം ഉള്ളിയെ മറ്റും ഷാപ്പിടുവേ. പയ്യൻ എന്ത് ചെയ്യും? അല്പം ഉള്ളി തിന്നും എന്നാ പറഞ്ഞ്. മനസ്സിലായോ? അപ്പൊ കൊഞ്ചം ഉള്ളിയെ ഷാപ്പിടുന്ന യുവാക്കന്മാര് പലരും കാണും. അപ്പൊ കൊഞ്ചം ഉള്ളിയെ ഷാപ്പിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം, ഉള്ളി മുതൽ വേശ്യ വീട് വരെ ഇവന്റെ ഉണ്ടെന്നാ അതിന്റെ അർത്ഥം. മനസ്സിലായോ? വളരെ പ്രാർത്ഥിക്കണം, വിശ്വാസികൾ വളരെ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളെയാ ദൈവം തന്നത്. അവരുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ ദൈവം ഉരുവാക്കിയ നിമിഷം മുതൽ, ആണാണോ പെണ്ണാണെന്ന് ഞങ്ങൾക്കറിയാൻ പറ്റും. ഞങ്ങൾ മെഡിക്കൽ വൈദ്യശാസ്ത്രപ്രകാരം പ്രസവിക്കുന്നവരെ പരിശോധിക്കാനും ലിംഗനിർണ്ണയം ചെയ്യാനും ഒന്നും ഞങ്ങൾ പോയില്ല. ഞങ്ങൾ അതിനെ ആരോടും ഡോക്ടർമാർ ചോദിച്ചുമില്ല. കാര്യം അറിയാവോ? അവളുടെ ഗർഭത്തിൽ ഉരുവാക്കിയ ശിശുവിനെ ദൈവം ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. 2 പെമ്പിള്ളാരെയാ തന്നെ, നല്ല 2 പെമ്പിള്ളാരാ. അപ്പം അവർ ജനിച്ച ദിവസം മുതൽ ഞാനും ബീനയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നറിയാവോ? ദൈവം അവർക്ക് ആയുസ് കൊടുത്താൽ, ദൈവം അവർക്ക് ആരോഗ്യം കൊടുത്താൽ, ദൈവം അവർക്ക് ഭാവിയെ കൊടുത്താൽ, അവർക്ക് ഉത്തമന്മാരായ വരന്മാരെ സ്വർഗം ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ലോകത്തിന്റെ യാതൊരു വലിപ്പവും ഒരു മുഴുപ്പും നോക്കിയില്ല. അമേരിക്കയിൽ നിന്ന് വന്ന പ്രൊപ്പോസൽ ഒന്നും മോശമായിട്ടല്ല, വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞു. ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതും വേണ്ടാന്ന് പറഞ്ഞു, കാനഡയിൽ നിന്ന് വന്നതും വേണ്ടാന്ന് പറഞ്ഞു. അതെല്ലാം നല്ല പ്രൊപ്പോസലായിരുന്നു, ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതൊക്കെയായിരുന്നു. എന്നാൽ ദൈവം ഞങ്ങൾക്ക് മനസ്സിൽ ഇത് മതി. ഇവിടെ നമ്മളെ ഈ എലിയാസറിനോട് ദൈവാത്മാവ് പറഞ്ഞ പോലെ ഇവൾ തന്നെ ബാലിക. ആർക്കാ? ഇസ്ഹാക്കിന് വേണ്ടി പെൺകുട്ടിയെ തരയാൻ പോയ ഇവൾ തന്നെ ബാലിക എന്ന് പറഞ്ഞതുപോലെ അന്തരാത്മാവിൽ കർത്താവ് പറഞ്ഞു, ഇത് മതി, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. സന്തോഷമായി കഴിയുന്നു. നാളുകളിലും ജീവിതാന്ത്യം വരെയും അങ്ങനെ കഴിയണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സകല വലിപ്പഭാവവും ലൗകികമായിരുന്ന സുഖസൗകര്യാദികളുടെ മുമ്പാകെ നിങ്ങൾ അവയിൽ മയങ്ങി അതിന്റെ പിന്നാലെയും പോയി നിങ്ങളുടെ മക്കളുടെ പയക്കുന്നവരായി നിങ്ങൾ തീരാതെ എന്ത് ചെയ്യുക? നിങ്ങളുടെ പെൺമക്കളെ വളരെ ബുദ്ധിയോടും വിവേകത്തോടും വളരെ ദൈവതയോടും കൂടെ മാത്രം വിവാഹം കഴിപ്പിച്ച് നിങ്ങളെ അയക്കുക. അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് സാമാന്യ വിദ്യാഭ്യാസമുള്ള കുട്ടികളാണെങ്കിൽ ജീവിക്കാൻ ഒരു തൊഴിലും ദൈവം അവർ കൊടുക്കും. അവർക്ക് കിട്ടിയ സാധാരണ വിദ്യാഭ്യാസമുള്ള ഒരു ഭർത്താവാണെങ്കിൽ അവരിരുവരും ജോലി ചെയ്താൽ ഈ ലോകത്തിൽ അവർക്ക് ജീവിക്കാനുള്ള അത്യാവശ്യമായ വകയൊക്കെ ദൈവം അവർക്ക് കൊടുക്കും. അതുകൊണ്ട് കർത്താവും പറഞ്ഞിട്ടുണ്ട്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്ന പല ആളുകളും തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ നഴ്സിംഗിന് വേണ്ടി പഠിച്ചവരാ. ടിപ്പു സുൽത്താന്റെ കാലത്തെ ജയിലറകൾ പോലെ മാത്രം പരിമിതമായ മുറികളിൽ ആയാസമില്ലാതെ എല്ലാ ഇടുക്കവും സഹിച്ചാണ് ഈ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലൊക്കെ നമ്മുടെ പിള്ളേർ അന്നത്തെ കാലത്ത് പഠിച്ചിട്ടുള്ളത്. കാര്യം ഇപ്പോഴത്തെ പോലെ വിശാലമായ ബിൽഡിംഗ് ഒന്നുമില്ല. പക്ഷേ ഞാൻ
അമേരിക്കൻ ഐക്യനാടുകൾ സന്ദർശിച്ചപ്പോൾ, ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ ഞാൻ പരിചയപ്പെട്ട നമ്മുടെ യുവ സഹോദരിമാരിൽ 95% ആൾക്കാരും തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ പ്രൊഡക്റ്റാണ്. അറിയാതെ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ മലയാളം അന്നത്തെ പരിമിതമായ മീഡിയത്തിൽ പഠിച്ച നമ്മുടെ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് അമേരിക്കൻ ഐക്യനാടുകളിലും ഇംഗ്ലണ്ടിലും അയർലൻഡിലും ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാം ഇന്ന് മിനിസ്ട്രി തലങ്ങളിലും ഫെഡറൽ ഗവൺമെന്റ് തലങ്ങളിലും ഒക്കെ നല്ല നഴ്സിംഗ് ജോലിക്കാരായിട്ട് ഇരിക്കുന്നു. അവരൊക്കെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് അന്ന് അവർ പഠിച്ചിട്ടുള്ളത്. അന്നവിടെ BSc നഴ്സിംഗ് എല്ലാം സാധാരണ നിലയിലുള്ള നഴ്സിംഗ് കോഴ്സാവുള്ളത്. മനസ്സിലായോ? അപ്പം നഴ്സിംഗ് വിത്ത് മിഡ്വൈഫറി ആണെന്നുള്ളത് അതാണ് അവർ പഠിച്ചത്. ജനറൽ നഴ്സിംഗ് വിത്ത് മിഡ്വൈഫറി അതാണ് അവർ പഠിച്ചത്. പിന്നെ അവരൊക്കെ ഇവിടുന്ന് പോയി അവരെയൊക്കെ ബുദ്ധിവെള്ളത്തെ ദൈവം വികസിപ്പിച്ചു. അവിടെ ചെന്ന് അവരൊക്കെ രജിസ്റ്റേർഡ് നഴ്സിംഗ് എഴുതി, അതിനൊക്കെ പാസ്സായി, അവർക്കെല്ലാം പ്ലേസ്മെന്റ് ആയി. ഇന്ന് ജീവിക്കാൻ സുഖസൗകര്യാദികളും എല്ലാ ആനുകൂല്യങ്ങളും സ്വർഗത്തിലെ ദൈവം അവർക്ക് നൽകി. അതുകൊണ്ട് ഞാൻ പറയുന്നറിയാവോ, ദൈവം തരുന്ന അല്പത്തിൽ വിശ്വസ്തരായി വിശ്വസിച്ചുകൊണ്ട് ഇത് മതി കർത്താവേ, അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവ് മാർത്തയോട് പറഞ്ഞ പോലെ കർത്താവ് തരുന്ന അല്പത്തിൽ സന്തോഷിച്ചും ദൈവം ഞങ്ങളുടെ അതിന് വിസ്തൃതമാക്കും, ദൈവകൃപയിൽ ഞങ്ങൾ നിന്നാൽ എന്ന് വിശ്വസിച്ചും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ വിവേകത്തോടും പരിജ്ഞാനത്തോടും കാര്യങ്ങളിൽ ഏർപ്പെടുക. പെൺമക്കളെ ഒരിക്കലും സങ്കടക്കടലിൽ എറിയുവാൻ അവിശ്വസ്തരായ യുവസഹോദരന്മാർക്ക്, ദ്രവ്യാഗ്രഹികളാകുന്ന മാതാപിതാക്കൾക്ക്, മദ്യപ്രിയന്മാരായ യുവസഹോദരന്മാർക്ക് എറിഞ്ഞു കൊടുക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ആൺമക്കളെ കാളയ്ക്ക് വില പറയുന്ന പോലെ നിങ്ങളുടെ സ്ത്രീധനം അന്യന്റെ വീട്ടിൽ നിന്ന് കാക്ഷിച്ച് വില പറഞ്ഞ് പ്രതീക്ഷിച്ച തുക കിട്ടാൻ സൗകര്യമില്ലാത്ത വീടാണെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി കൂടിയ പണം കിട്ടുന്ന വീട്ടിൽ വിവാഹം കഴിച്ചിട്ട് അവസാനം മാതാപിതാക്കൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഈ മരുമക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുടിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത നൂറുകണക്കിന് കുടുംബങ്ങളെയും നൂറുകണക്കിന് മാതാപിതാക്കളെയും എനിക്കറിയാം, നേരിട്ടറിയാം. വലിയ വലിപ്പം നോക്കി പോയി ചെയ്ത നൂറുകണക്കിന് കുടുംബങ്ങൾ അറിയാവോ. ഈ വന്ന മകളിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഭാഗ്യമില്ലാതെ പോയ ഹതഭാഗ്യരായ മാതാപിതാക്കളെ അറിയാവോ. ഔട്ട്ലുക്ക് ഡിറ്റർമൈൻസ് ദി ഔട്ട്കം. കാഴ്ചപ്പാട് എങ്ങനെയോ അങ്ങനെയാ പിന്നീട് വിടുന്ന അനന്തര ഫലവും. ലോത്ത് സോദോം ഗോമോറ തെരഞ്ഞെടുക്കുമ്പോൾ, ജീവിതത്തിന്റെ തെരഞ്ഞെടുപ്പ് ഏറ്റവും വിലപ്പെട്ടതാണ്. ലോത്ത് സോദോം ഗോമോറ തെരഞ്ഞെടുക്കുമ്പോൾ തന്റെ സഹോദരനായിരുന്ന അബ്രഹാമിനോട് പറഞ്ഞിങ്ങനെയാണ്, അച്ചായൻ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, ദേശം നീരോട്ടമുള്ളതും ആടുമാടുകളെ മേയ്ക്കുവാൻ കൊള്ളാവുന്നതും പച്ചിപ്പുള്ളതും എന്ന് കണ്ടിട്ട് അച്ചായൻ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞുവെന്നാ വായിക്കുന്നത്. അവരുടെ ഇടയന്മാർ തമ്മിലാ പറഞ്ഞ് പിരിഞ്ഞു. ലോത്ത് സോദോം ഗോമോറ ദേശം തെരഞ്ഞെടുത്തു. ആ ദേശത്തെക്കുറിച്ച് പ്രവാചകൻ യെഹെസ്കേൽ പറഞ്ഞ ഇങ്ങനെയാണ്, ആ സോദോം ഗോമോറ ദേശം പണ്ട് ദൈവത്തിന്റെ ഏദൻ തോട്ടം പോലെയുള്ള സ്ഥലമായിരുന്നു എന്നാണ്. അത് കണ്ടു, കാഴ്ചയാൽ അത് തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുക്കുമ്പോൾ അവൻ പറഞ്ഞറിയാവോ, ആടുമാടുകളെ മേയ്ക്കാൻ കൊള്ളാവുന്ന സ്ഥലമാണോ എന്ന് നോക്കി, കൊള്ളാമെന്ന് പറഞ്ഞു. മക്കളെ വളർത്താൻ കൊള്ളാവുന്ന സ്ഥലമാണോ എന്ന് അന്വേഷിച്ചില്ല. ഒടുവിൽ മക്കള് ആടുമാടുകളെ പോലെ ആയ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തെറ്റിയാൽ സകലതും തെറ്റി. അതുകൊണ്ട് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂലങ്കക്ഷമായി ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെയും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു വൈതന്യങ്ങളും വന്ന് ഭവിക്കാതെ അവർ ദൈവകൃപയിൽ സന്തോഷിച്ചും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും വിശ്വസ്തത പുലർത്തിയും സത്യസന്ധരായും കുടുംബജീവിതത്തിൽ വിശ്വസ്തരും വിശുദ്ധരായും ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായും മുമ്പോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം വിവാഹ ജീവിതത്തിന്റെ ആലോചന മുതൽ എല്ലാ നാളുകളിലും നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പരിജ്ഞാനവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ബുദ്ധിയുപദേശം ദൈവപ്രകാരം ഞാൻ നൽകിക്കൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ അൻപുള്ള വചനം നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം ഈ വാക്കുകളോട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിന്റെ മഹത്വരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.